റാഹിസ് റഷീദ്, അങ്ങനെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാപ്രവർത്തകരുടെ ഇതുവരെ നടന്നുവന്ന രാപ്പകൽ സമരം അവസാനിക്കുകയാണോ? എന്താണ് ആ വാർത്ത? റാഹിസ് റഷീദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. ഈ 265 എന്നത് നാളെ 266 ആകും. ആ 266 കൂടി ഈ കാണുന്ന സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശമാരുടെ സമരപ്പന്തൽ അഴിക്കുകയാണ് ചെയ്യുക. അതിനുശേഷം അവർ ജില്ലാതലത്തിലേക്ക് പോവുകയാണ്. ജില്ലാതലത്തിൽ പക്ഷേ ഒരു സമര പ്രവർത്തനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നതിന് സമാനമായി സമരങ്ങൾ ഉണ്ടാവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ജില്ലാതലത്തിലേക്ക് പോയതിനു ശേഷം, കാരണം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് വരുന്നത്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ LDFനെതിരെ CPIMനെതിരെ പ്രചരണ രംഗത്തിറങ്ങുമെന്ന് ആശമാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിലേക്ക് അവർ ഫോക്കസ് ചെയ്യുകയാണ്. അതുകൊണ്ട് ഇവിടുത്തെ സമരം അവസാനിപ്പിക്കുന്നത് സർക്കാരിനെ സംബന്ധിച്ച് ആശ്വാസകരമാണോ എന്ന് ചോദിച്ചാൽ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടക്കുന്ന ഒരു സമരം അവസാനിപ്പിക്കുന്നു എന്നത് ആശ്വാസകരമാണ്. പക്ഷേ അവർ പോകുന്നത് മറ്റൊരു രീതിയിലേക്കാണ്. പക്ഷേ ഇപ്പോൾ സമരം അവസാനിപ്പിക്കുന്ന വിശദാംശങ്ങൾ പങ്കുവെക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇതൊരു നമ്മുടെ വിജയമായി കാണുകയാണ് ഈ 1000 രൂപ കൂടി. തീർച്ചയായിട്ടും അതങ്ങനെ തന്നെയാണല്ലോ. കഴിഞ്ഞ 8.5 മാസമായിട്ട് ഞങ്ങൾ സമരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പ്രഖ്യാപനം വരുന്നത് വരെ കേന്ദ്രമാണിത് കൂട്ടേണ്ടുന്നത്, 5 പൈസ പോലും കൂട്ടിത്തരില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ ഇപ്പോൾ നമ്മുടെ സമരത്തിൻ്റെ മുന്നിൽ അവർക്ക് ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളൊരു ഘട്ടം വന്നപ്പോഴാണ് ഇപ്പോൾ കൂട്ടിയിരിക്കുന്നത്. നമ്മളുടെ സമ്മർദ്ദത്തിലൂടെ മറ്റ് തൊഴിൽ വിഭാഗങ്ങൾക്കും കൂടി കൂട്ടേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് നിങ്ങളുടെ ഈ സമരം കാരണമാണ് മറ്റ് ക്ഷേമ ആനുകൂല്യങ്ങളെല്ലാം സർക്കാർ വർദ്ധിപ്പിച്ചത്. അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇങ്ങനെയുള്ളൊരു പ്രഖ്യാപനം ഇന്നുവരെ നടത്തിയിട്ടില്ല. ഒന്ന് അവരോട് ചോദിക്കുമോ, രാപ്പകൽ സമരം അവസാനിപ്പിക്കുകയാണോ എന്നൊന്ന് കൃത്യമായി ചോദിക്കുമോ അവരോട്? സർക്കാരിന് മനസ്സിലായല്ലോ. അപ്പോൾ പിന്നെ ഇത് അവസാനിപ്പിക്കണം. അപ്പോൾ അതുകൊണ്ട് അവർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മാത്രമായിട്ട് പ്രഖ്യാപിക്കാൻ പറ്റത്തില്ല. അരുൺ സാർ ചോദിക്കുന്നുണ്ട്, രാപ്പകൽ സമരം അവസാനിപ്പിക്കുകയാണോ എന്ന് ചോദിക്കാൻ. ഞാൻ പറഞ്ഞത് അത് അതിൻ്റെ തീരുമാനം ഉടനെ അറിയിക്കും. കാരണം ഞങ്ങൾ വെച്ച ഡിമാൻഡുകൾ ഏകദേശം എല്ലാ ഡിമാൻഡുകളും നേടിക്കഴിഞ്ഞു. വിരമിക്കൽ ഉത്തരവ് പിൻവലിച്ചു. പിന്നെ ഓണറേറിയത്തിനുണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ എടുത്തു കളഞ്ഞു. 10 നിയന്ത്രണങ്ങളും എടുത്തു കളഞ്ഞു. ഏപ്രിൽ മുതൽ 1000 രൂപ ഓണറേറി ഇൻസെൻറ്റീവിൽ അധികം കിട്ടിത്തുടങ്ങി. പിന്നെ ആശാവർക്കർമാരുടെ തൊഴിലിനെ സംബന്ധിച്ച് കൃത്യമായ സർക്കുലർ വന്നിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ഇൻസെൻറ്റീവ് വർദ്ധിപ്പിച്ചു നമ്മുടെ സമരത്തെ തുടർന്ന്. അപ്പോൾ ഒരുപക്ഷെ ഒരു തൊഴിലാളി സമരം എല്ലാ ഡിമാൻഡുകളും നേടി ഈ അവസാനിക്കുന്നത് അല്ലെങ്കിൽ നേടി നിൽക്കുന്നത് ഇങ്ങനെ ആദ്യമായിട്ടായിരിക്കും. പ്രഖ്യാപനം ഇന്നാണോ നാളെയാണോ? അല്ല, ഇപ്പോൾ അതിൻ്റെ അറിയിപ്പ് വരും എല്ലാവർക്കും. അരുൺ, രാവിലെ തന്നെ നമ്മൾ അത് ചോദിച്ചിരുന്നു. അപ്പോൾ ക്യാമറയ്ക്ക് മുമ്പിൽ അതിപ്പോൾ പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കാതിരുന്നത്. ഇന്നോ നാളെയോ ഇന്ന് തന്നെ അവർ തീരുമാനമെടുത്തു കഴിഞ്ഞു. തീരുമാനം അതാണ്, സമരം അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ്. ഔദ്യോഗിക പ്രഖ്യാപനം നേതാക്കന്മാർ വന്നിട്ട് നടത്താൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. തങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ പരിഗണിച്ചു. 21,000 ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നതല്ല, അതൊഴിച്ച് ഈ ഓണറേറിയത്തിലുള്ള നിയന്ത്രണങ്ങൾ, ഇവരുടെ സേവന വ്യവസ്ഥകളിലുള്ള നിയന്ത്രണങ്ങൾ, ഇതൊക്കെ എടുത്തു കളഞ്ഞു. 1000 രൂപ ഓണറേറിയം വർദ്ധിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ട് രാപ്പകൽ സമരം അവസാനിപ്പിക്കാൻ പോവുകയാണ്. നാളെ രാപ്പകൽ സമരം അവസാനിക്കുന്നു. അതിനുശേഷം ജില്ലാടിസ്ഥാനത്തിലേക്ക് സമരം വ്യാപിപ്പിക്കാനാണ്. അതിനെക്കുറിച്ചുള്ള കൃത്യമായ ധാരണയായിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, സെക്രട്ടേറിയറ്റിൽ 264 ദിവസമായി നടത്തി വന്ന രാപ്പകൽ സമരം അവസാനിപ്പിക്കാൻ പോകുന്നു എന്ന് നമുക്ക് പറയാം, അല്ലേ റാഹിസ്? അതാണ് അരുൺ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാർ 265 ദിവസമായി നടത്തിക്കൊണ്ടിരുന്ന രാപ്പകൽ സമരം അവസാനിപ്പിക്കുന്നു. അതിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം വരാൻ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. നമുക്ക് കൃത്യമായി റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. ആശമാരുടെ സമരം അവസാനിക്കുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഷെഡ് കെട്ടി അവർ 265 ദിവസമാണ് ഇന്ന്. 265 ദിവസം ഇരുന്നു. നാളെ 266-ാമത്തെ ദിവസമാണ്. ആ 266-ാമത്തെ ദിവസം കൊണ്ട് ആശമാരുടെ സമരം അവസാനിക്കുന്നു. അത് സംബന്ധിച്ച തീരുമാനം സംസ്ഥാന നേതൃത്വം, സംസ്ഥാന കമ്മിറ്റി ചേർന്ന് എടുത്തിരിക്കുകയാണ്. അതിനി ഔദ്യോഗികമായി പ്രഖ്യാപിക്കേണ്ട കാലതാമസം മാത്രമേ ഉള്ളൂ. വളരെ നിർണായകമായ ഒരു തീരുമാനം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇവർ 265 ദിവസമായി പലവിധ തരത്തിലുള്ള, നമ്മൾ കണ്ടതാണ്, കേരളം ഇതുവരെ കാണാത്ത തരത്തിലുള്ള പല
തരത്തിൽ അവർ സമരരംഗത്തേക്ക് ഇറങ്ങി വന്നു. ആദ്യം ഈ ഷെഡ്, ഈ കാണുന്ന ടാർപ്പായ കെട്ടുന്നതിന് വരെ കെട്ടി, മഴയത്ത് ടാർപ്പായ കെട്ടിയ സമയത്ത് അത് പൊളിച്ചു നീക്കി. അതിനെതിരെ അവർ പ്രതിഷേധ രംഗത്തേക്ക് വന്നു. അത് കഴിഞ്ഞ് അവർക്ക് ഇങ്ങനെ ഒരു സൗകര്യത്തിന് സർക്കാർ അനുമതി നൽകി. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, മതസംഘടനകൾ, സാംസ്കാരിക നായകർ ഒക്കെ ഇവിടെ വന്ന് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. പലതവണ ക്ലിഫ് ഹൗസിലേക്ക് മാർച്ച് നടത്തി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പലതരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. ഇവിടുത്തെ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ആരോഗ്യവകുപ്പ് ഡയറക്ടറിലേക്ക് പ്രതിഷേധം നടത്തി. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വിവിധ തരത്തിലുള്ള പ്രചരണ പരിപാടികൾ, ജാഥകൾ, ആ തരത്തിലെല്ലാം നടത്തിയതിനു ശേഷമാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തു വന്ന ഒരു പശ്ചാത്തലത്തിൽ അവർ ഈ സമരം അവസാനിപ്പിക്കുന്നത്. 1000 രൂപ ആശമാർക്ക് കൂട്ടിയത് ഞങ്ങളുടെ സമര വിജയമാണ് എന്ന് ആശമാർ പറയുകയാണ്. ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് CITയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ആഹ്ലാദ പ്രകടനത്തിന് മുമ്പ് തന്നെ ഇത് അവരുടെ വിജയമല്ല, ഞങ്ങളുടെ വിജയം ആണ് എന്ന് പ്രഖ്യാപിക്കുകയാണ് ആശമാർ. അവരുടെ സമരം അവസാനിച്ചു. അരുൺ, വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു വിവരമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ വാർത്താ പ്രഭാതത്തിൽ അറിയിക്കാനുള്ളത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ 264 ദിവസമായി, ഇപ്പോൾ 265ാമത്തെ ദിവസം ഈ രാപ്പകൽ സമരം നീളുകയായിരുന്നു. രാപ്പകൽ സമരം അവസാനിപ്പിക്കുകയാണ് ആശാപ്രവർത്തകർ എന്നുള്ളതാണ്. ഒരേ സമയം സർക്കാരിനും ആശ്വാസമാണ്. എന്നാൽ അതേസമയം സമരം ചെയ്ത ആശാപ്രവർത്തകർ അവരുടെ സമരം പാഴായില്ല എന്നൊരു ആത്മവിശ്വാസവും ഒക്കെ അവർക്കുണ്ട്. കാരണം അതിൽ പല നിയന്ത്രണങ്ങളും എടുത്തു കളഞ്ഞത് ആ സമരത്തെ തുടർന്നാണ്, അങ്ങനെ തന്നെ പറയണം. പലതവണ ചർച്ചയ്ക്ക് വിളിച്ചു. പക്ഷേ അവർ മുന്നോട്ട് വെച്ചത് 21,000 എന്ന് പറയുന്നൊരു വലിയ സംഖ്യയാണ്. പക്ഷേ സ്കീം വർക്കേഴ്സായ ഈ ആശാ വർക്കർമാരെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കാത്തത് കൊണ്ട് മിനിമം വേജ് ബോർഡിന്റെ പരിഗണനയിൽ അവർ വരില്ല. അത് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരല്ല, കേന്ദ്ര സർക്കാരാണ് അവരെ തൊഴിലാളികളായി പ്രഖ്യാപിക്കേണ്ടത്. എന്നാൽ അവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ സർക്കാർ ഇപ്പോൾ 1000 രൂപ കൂട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ 1000 രൂപ വർധന കൂടി ആകുന്നതോടുകൂടി അല്പം ആശ്വാസം അവർക്കാവുന്നു. എന്തായാലും അത് സന്തോഷമുള്ളൊരു കാര്യം. സമരം അവസാനിപ്പിക്കട്ടെ, തിരിച്ചവരുടെ വീടുകളിലേക്ക് മടങ്ങും. സന്തോഷത്തോടു കൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ. അതേസമയം പ്രതിഷേധം ജില്ലാ സ്ഥാനങ്ങളിലേക്ക് അവർ വ്യാപിപ്പിക്കും എന്നാണ് അറിയുന്നത്.